ഹായ്. ഖത്തറിലെ കാര്യമല്ലേ പറയുന്നത്? എടാ ഖത്തറിലെ കാര്യമായി പറയുന്നു. സംഭവം അതല്ല സംഭവം. ഇവള് ഖത്തർ എയർവേസിലായിരുന്നല്ലോ. അപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് ഖത്തർ നടക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തി ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ റോൾ ചെയ്യാൻ അവിടെ നിന്നാണ് റിലേഷൻഷിപ്പ് ആക്ച്വലി തുടങ്ങുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ, ഈ ലൊക്കേഷൻ വെച്ചില്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത്ര ഉള്ള കാര്യം. പക്ഷെ നമ്മൾ ഈ മലയാളികളുടെ സ്വഭാവം വെച്ചിട്ട് അവിഹിതം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ സിനിമാക്കാരെ കണ്ടുമുട്ടിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു കണ്ടില്ല അവന്റെ മുഖത്തൊരു പ്രസാദം. ജോയ്സി, എടാ ഒന്ന് കാണിച്ചിട്ട് പോടാ. നീ അത് കണ്ടത് തന്നെ. ഒന്ന് കാണിച്ചിട്ട് പോവാ ജോയ്സി. ശ്രീരാം, ജോയ്സി എടാ പോടാ. സാറേ എനിക്കെന്നാ വേണ്ട, തരത്തില്ല, തരത്തില്ല. ജോയ്സി, ഇതവളെ തന്നെ. ഓൾമോസ്റ്റ് എവറി നൈറ്റ് ഷാർപ്പ് 11 PM കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും ഫോണിൽ മെസ്സേജുകൾ, കുശലാന്വേഷണം, ഡോക്ടർ കിടന്നോ ഉറങ്ങിയോ, കുറേ ഈവൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാരേജ് പ്രൊപ്പോസൽസ് വരെ വരുന്നുണ്ട്. ലൈക്ക് ഹൗ ചീപ്പ്. പ്ലീസ്, ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് പ്ലീസ് ഒന്ന് വേഗം വിടോ. നമ്പർ മാറ്റാന്നുള്ള കാര്യം നടക്കില്ല. ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്പറാ. വൈ ഷുഡ് ഐ ചേഞ്ച് ഇറ്റ്? ശ്രീയുടെ ഫ്രണ്ട് അല്ലേ IDGP? ഒന്ന് സംസാരിക്കാമോ പ്ലീസ്? ഇല്ല, വേണമെന്ന് വെച്ചാൽ അവനവന് പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. പരിഹരിക്കാനോ? എങ്ങനെ? മനസ്സിലായില്ല. നീ ഒരു ഡോക്ടറാണ്, അത്യാവശ്യം തിരക്കുള്ള ഒരു പീഡിയാട്രിഷ്യൻ. അതിനിടയിൽ എന്തിനാണ് പാതിരാക്കി യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കണം? പാതിരാത്രിക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നത് പകൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. എന്നെ എന്താ കുഴപ്പം? എന്റെ വീഡിയോ താഴെ വരുന്ന കമന്റ് കണ്ടിട്ടുണ്ടോ? സാധാരണ ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോസിൽ ഇടുന്നത്. അതിന് താഴെ വൃത്തിയായിട്ട് കമന്റ്സ് വരുന്നു. വൈ ഷുഡ് ഐ കെയർ അബൌട്ട് ഇറ്റ്? അതൊന്നുമല്ല, ഇത് നീ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഡെക്കറേഷൻ ഒന്നും വേണ്ടാവില്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ ഈ തലവേദന സൈനസിന്റെ പേടിക്കണമെന്നില്ല കേട്ടോ. മരുന്നൊന്നും വേണ്ട. പിന്നെ ആവി നന്നായി പിടിച്ചോളൂ. ഫാൻ്റെ അതിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ സമാധാനമായല്ലോ. ടെൻഷൻ എന്ന് പറഞ്ഞ വേർഡ് കണ്ടുപിടിച്ച ആളായിരിക്കുന്നു. ഇവളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ടെൻഷനൊന്നും വേണ്ട. ശരി, താങ്ക് യു. കേട്ടോ മോളെ, തലയോടെ പറമ്പ് സ്ഥലത്തിന്റെ വിൽപ്പന ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്. ആ കാശും ബാങ്കിലെ ലോണും കൂടി കിട്ടിയാൽ ഇവിടെ കോളേജിൽ അടയ്ക്കാനുള്ള കാശ് കിട്ടും. ബാക്കി കാര്യത്തിന് നമുക്ക് ഇവിടെ കാശ് കിട്ടിയാൽ പോരെ. അതിന് ഇവിടെ സമ്മതിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ കാശ് കൊടുത്ത് അഡ്മിഷൻ മേടിച്ച് എനിക്ക് ഡോക്ടർ ആവണ്ട. അത് ഞാൻ പാപ്പച്ചോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വർഷത്തെ സമയം തന്നാൽ മതി, ഞാൻ മെറിറ്റിൽ തന്നെ ചിന്തിച്ചോളാം. കണ്ടില്ലേ, ഇവളെ കൊണ്ടത് പറ്റും കുറുവാച്ച. ഇവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി. തരുന്ന സമയം നീ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ കുറുവാച്ചൻ വെറുതെ തല പുകച്ച് ഇവൾക്ക് തലവേദന കൊടുക്കാതിരുന്നാ മതി അല്ലേടി? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, പിന്നെയും പിന്നെയും പറഞ്ഞു. അതങ്ങനെയാ. ഓക്കെ അന്ന, ഞാനൊരു 3-4 ബുക്സ് നിനക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പാപ്പച്ചിയുടെ കയ്യിൽ അത് കൊടുത്തു വിടാം. കുറുവാച്ചനിപ്പം വീട്ടിലേക്കാണോ? അല്ലല്ല, ഞാൻ ഡ്യൂട്ടിയിലാ. ശരി, ഞാൻ കാണാം. എന്നാ ശരി, പോളെ. ഇപ്രാവശ്യം നമുക്ക് ഫേമസ് ആയിട്ടുള്ള മോഡൽസ് ആരും വേണ്ട, ഏതെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കും മതി. പക്ഷെ നല്ല ഭംഗിയുള്ളായിരിക്കും വേണം, അല്ലെങ്കിൽ പണി പാളും. നല്ല ഐഡിയ. ഓക്കെ. ഇതെന്താ ഇത്? ഇത്രയും കറിയോ? നിനക്ക് ഇതന്നെയാണോടി പണി? എനിക്കല്ല, അമ്മയ്ക്കാ. അമ്മയുടെ ഒരു മെയിൻ എന്റർടൈൻമെന്റ് തന്നെ കുക്കിംഗാ.
പിന്നെ ഇപ്പൊ ഈ യൂട്യൂബൊക്കെ നോക്കാൻ പഠിച്ചതുകൊണ്ട് അതിൽ നോക്കിയിട്ടുള്ള പരീക്ഷകൾ വേറെ. അടിപൊളി. എന്താ ഇത്? ഇതൊക്കെ ഇപ്പോഴും എടുത്തു വെച്ചിരിക്കണോ? മടുക്കില്ലേ? അന്നേക്കാ നിങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലേ? അറ്റാച്ച്മെന്റ് എനിക്ക് മാത്രല്ല, ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവർക്കും അങ്ങനെയാ. ഈ കുറുവാച്ചനല്ലേ ഒരാളെയും മക്കളെയും അല്ലാതെ വേറെ ഒന്നും വിളിക്കാറില്ല. അത്രയ്ക്ക് സ്നേഹ. പണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഞാനന്ന് ഹോസ്റ്റലിലാ. എനിക്ക് സിവിയർ ആയിട്ട് ന്യൂമോണിയ പിടിച്ചു. പോരാത്തതിന് ഭയങ്കര ഹോം സിക്കും ആയിരുന്നു. അന്ന് കുറുവാച്ചനും കുറുവാച്ചന്റെ മകളും അന്നയല്ലേ അന്നയുടെ മമ്മി അവരെന്നോട് കാണിച്ച സ്നേഹമില്ലേ, ആ കെയർ, അതൊന്നും ഒരിക്കലും മറക്കില്ല എനിക്കില്ല. അന്നയുടെ മമ്മി ഇപ്പൊ എവിടെയാ? അന്നയുടെ മമ്മി ടീച്ചറായിരുന്നു. കെട്ടിച്ചു വിട്ടത് കോഴിക്കോടാ. പക്ഷെ ഹസ്ബൻഡിന് കോട്ടയത്തൊരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു ജോലി. ഒരു ദിവസം അന്നയും അച്ഛനും അമ്മയും കൂടെ കോഴിക്കോടേക്ക് ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയതാ മദ്രാസ് മെയിലില്. കടലുണ്ടി എത്തിയതും ബ്രിഡ്ജ് അങ്ങ് കൊളാപ്സായി. 3 ബോഗി വെള്ളത്തിൽ പോയി. അന്നയുടെ അച്ഛനും അമ്മയും ചേർന്ന് 57 പേരാണ് ആക്സിഡന്റിൽ മരിച്ചത്. 5 വയസ്സുള്ള അന്നമോള് മാത്രം എങ്ങനെയോ. I'm telling you, she's a miracle child. പിറ്റേ ദിവസം ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത അന്നയുടെ ഫോട്ടോ ആയിട്ട്. എന്താല്ലേ, such is life. നോട്ട് ബാഡ്. പക്ഷെ കുറച്ചും കൂടി നല്ല കുട്ടികൾ വേണ്ടേ? അല്ല ഇതില് തീർച്ചയായും സാർ. ക്യാമ്പസ് ടൂർ ആകുമ്പോൾ എന്നുള്ളത് ഒരു പ്രിവിലേജ് അല്ലല്ലോ. കാണുന്നൊരു മോഡൽ സൂപ്പറായാൽ മതി. എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്. ഒരു മിനിറ്റ്. ശ്രീ അമല, നിന്റെ ഹോസ്പിറ്റലിലെ ഡ്രൈവറില്ലേ, എന്താണ് പുള്ളിയുടെ പേര്? കുറുവാച്ചൻ. പുള്ളി ഗ്രാൻഡ് ഡോട്ടറില്ലേ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്ന അന്ന? അതെ അതെ. എനിക്ക് അന്നയുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ? എന്തിന്? മനോജ് സാർ പറഞ്ഞതുപോലെ തന്നെ നീ ഒരു ഡീറ്റെയിൽ കംപ്ലൈന്റ് റെഡിയാക്കും. നമുക്ക് നാളെ തന്നെ അത് കൊടുക്കാം. അത് ഉടനെ ശ്രീറാം അറിയും. അവർ രണ്ടുപേരും നല്ല കമ്പനിയാ ചേരുന്നു. അമല, നിലപാടില്ലാത്ത ഒരു പെണ്ണിനും ഈ സമൂഹത്തിൽ സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. ഏത് കാര്യത്തിനും ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. നിനക്കത് ഉണ്ടായി പറ്റും. നിനക്ക് ഓർമ്മയില്ലേ ഞാൻ ചാനലിൽ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോ ആ മലേഷ്യൻ ട്രിപ്പ്? ഓർമ്മയുണ്ട്. ഒരു ഷോർട്ട് ഡ്രസ് ഇട്ട് ബീച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ചുമ്മാ ഒരു രസത്തിന് ഫേസ്ബുക്കിൽ ഇട്ടതാ. എന്തായിരുന്നു പുലിവാല്? വീട്ടില് പ്രശ്നം, ഹസ്ബൻഡിന് പ്രശ്നം, അടുത്ത ആഴ്ച എന്റെ ജോലിയും പോയി. എന്നിട്ട് എന്തായി? ഞാൻ എന്റെ റെസിഗ്നേഷന്റെ ആനിവേഴ്സറിക്ക് അതേ ബീച്ചിൽ പോയി ബിക്കിനിയും ഇട്ട് ഹസ്ബൻഡിനെയും കെട്ടിപ്പിടിച്ചിട്ട് വേറൊരു പോസ്റ്റ് ഇട്ടു. ഒരു കവിതയെ